ആഗോള ശക്തികളായ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള സൈനിക തന്ത്രപരമായ മത്സരത്തിൽ ആർട്ടിക് മേഖലയിലെ റഷ്യയുടെ ശക്തമായ മേധാവിത്വം തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയെ നിശബ്ദമാക്കാൻ പല മാർഗങ്ങൾ സ്വീകരിച്ചിട്ടും അതെല്ലാം പരാജയത്തിലേക്കാണ് പോയത്. മാത്രമല്ല, ട്രംപിന്റെ വെല്ലുവിളികൾക്കിടയിലും റഷ്യ ദിനംപ്രതി വൻ ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞുകട്ടകൾ തകർത്ത് മുന്നേറാൻ കഴിയുന്ന ഐസ് ബ്രേക്കർ കപ്പലുകളുടെ എണ്ണത്തിൽ റഷ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ അമേരിക്ക ബഹുദൂരം പിന്നിലാണെന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ട്രംപ് സൈനിക ഉദ്യോഗസ്ഥരുമായുള്ള ഒരു സംഭാഷണത്തിനിടെ വെളിപ്പെടുത്തിയത്. സൈനിക ഉദ്യോഗസ്ഥരുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ട്രംപ് ഈ വിഷയത്തിലുള്ള തന്റെ അതൃപ്തി രേഖപ്പെടുത്തിയത്. രാജ്യത്താകെ നമുക്ക് ഒരൊറ്റ ഐസ് ബ്രേക്കർ കപ്പൽ മാത്രമേ ഉള്ളൂ എന്നത് ലജ്ജാവഹമാണ്. എന്നാൽ റഷ്യക്ക് 48 എണ്ണമുണ്ട്. ഇത് തികച്ചും പരിഹാസ്യമായ അവസ്ഥയാണെന്നും ട്രംപ് പറഞ്ഞു. മഞ്ഞുപാളികൾ നിറഞ്ഞ സമുദ്രഭാഗങ്ങളിലൂടെ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ പാതയൊരുക്കുന്ന ഐസ് ബ്രേക്കറുകൾ ആർട്ടിക് പോലുള്ള തന്ത്രപ്രധാന മേഖലകളിൽ അത്യന്താപേക്ഷിതമാണ്. ഈ വലിയ അന്തരം നികത്താൻ അമേരിക്ക അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി ഫിൻലൻഡുമായി സഹകരിച്ച് 11 പുതിയ ഐസ് ബ്രേക്കറുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ലോകത്തിലെ 90% ഐസ് ബ്രേക്കറുകളും നിർമ്മിക്കുന്നതിൽ ഫിൻലൻഡിനുള്ള വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്താനാണ് അമേരിക്കയുടെ തീരുമാനം. കഴിഞ്ഞ ഒക്ടോബറിൽ ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ട്രംപ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. ഏകദേശം $6.1 ബില്യൺ മൂല്യമുള്ള ഈ കരാർ പ്രകാരം 2028ഓടെ ആദ്യത്തെ കപ്പൽ അമേരിക്കയ്ക്ക് കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 11 കപ്പലുകൾക്ക് പുറമെ ഭാവിയിൽ 11 എണ്ണം കൂടി ഓർഡർ ചെയ്യാൻ അമേരിക്കയ്ക്ക് പദ്ധതിയുണ്ട്. ആർട്ടിക് മേഖലയിൽ അമേരിക്കയുടെ സാന്നിധ്യം ശക്തമാക്കാനും സമുദ്രാധിപത്യം വീണ്ടെടുക്കാനും ഈ നീക്കം സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. ആർട്ടിക് മേഖലയിൽ റഷ്യയ്ക്കുള്ള മേധാവിത്വം നിഷേധിക്കാനാവാത്തതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഐസ് ബ്രേക്കർ കപ്പൽ ശേഖരം റഷ്യയുടേതാണ്. നിലവിൽ 60ലധികം ഐസ് ബ്രേക്കറുകളും മഞ്ഞിലൂടെ സഞ്ചരിക്കാൻ ശേഷിയുള്ള മറ്റ് കപ്പലുകളും റഷ്യയ്ക്കുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഭീമൻ ഐസ് ബ്രേക്കറുകളാണ്. 3 മീറ്റർ വരെ കനമുള്ള മഞ്ഞുപാളികൾ തകർക്കാൻ ശേഷിയുള്ള ഇത്തരം കപ്പലുകൾ സ്വന്തമായുള്ള ഏക രാജ്യവും റഷ്യയാണ്. ആർട്ടിക് മേഖലയിലെ വ്യാപാരത്തിനും നോർത്തേൺ സീ റൂട്ട് വഴിയുള്ള ഗതാഗതത്തിനും റഷ്യ ഈ കപ്പലുകളെ ഫലപ്രദമായി ഉപയോഗിക്കുന്നു. യുക്രൈൻ വിഷയത്തിലുള്ള സമാധാന ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്ന സൂചനകൾ ഉണ്ടെങ്കിലും ആർട്ടിക് മേഖലയിലെ റഷ്യയുടെ മേധാവിത്വം അമേരിക്കയ്ക്ക് വലിയൊരു വെല്ലുവിളിയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആർട്ടിക് മേഖലയിലെ സഹകരണത്തിന് താൽപര്യം അറിയിച്ചിട്ടുണ്ടെങ്കിലും സ്വന്തം കപ്പൽ ശേഖരം വർദ്ധിപ്പിച്ച് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാനാണ് അമേരിക്ക ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ഇനിയുള്ള കാലഘട്ടത്തിൽ ട്രംപും പുടിനും തമ്മിലുള്ള പോരാട്ടത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുകയാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.